परम शांति माँ बाबूजी का कोടി कोടി പ്രണാമം. ശിവ്, മഹാശിവ്, പരമഹാശിവ് ഇവയെ അറിയുന്നതിന് മുൻപേ സമയത്തിനെ പറ്റി അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശിവന് ഒരു സമയം, മഹാശിവന് വേറൊരു സമയം, പരമഹാശിവന് വേറെ ഒരു സമയം. ഇവയെ അറിയേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഒരു സൂര്യൻ എന്നാൽ ഒരു ബ്രഹ്മാണ്ഡം. ഒരു ബ്രഹ്മാണ്ഡത്തിൻ്റെ മാലിക് ശിവ് ഭഗവാനാണ്. അപ്പോൾ ശിവൻ്റെ സമയം ഈ ബ്രഹ്മാണ്ഡത്തിനൊപ്പം നടക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അനുമാനിക്കലല്ല, അതാണ് ശരി. ശിവൻ്റെ സമയം ബ്രഹ്മാണ്ഡത്തിൻ്റെ സമയം സ്റ്റാർട്ടായതിനോടൊപ്പം ബ്രഹ്മാണ്ഡത്തിൻ്റെ രചയിതാവായ ശിവൻ്റെ സമയം സ്റ്റാർട്ടായി. അതാണ് സത്യം. ശാസ്ത്രത്തിൽ പറയുന്നത് നമ്മുടെ ബ്രഹ്മാണ്ഡത്തിൻ്റെ ആയുസ് 100 വയസ്സ് എന്നാണ്. ആരുടെ 100 വയസ്സ്? ബ്രഹ്മയുടെ 100 വയസ്സ് എന്നാണ്. അതോടൊപ്പം ശിവൻ്റെ ആയു 100 വയസ്സ്. അതാണ് അതിൻ്റെ അർത്ഥം. ബ്രഹ്മയുടെ സമയം കഴിഞ്ഞാൽ ശിവൻ്റെ സമയം കഴിയും. ആ സമയത്ത് ശിവൻ സൂര്യനിൽ പ്രവേശിച്ച് 12 സൂര്യൻ്റെ പ്രഭയാൽ ഈ ഭൂമിയെ കത്തിക്കരിച്ച് ചാമ്പലാക്കുന്നു. ഈ ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ ശിവന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. അതിനാൽ ശിവ് ബ്ലാക്ക് ഹോളായി മാറുന്നു. ഇതിനെയാണ് മഹാകൽപ് പ്രളയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാലക്സിയിൽ അനേക ബ്ലാക്ക് ഹോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ആ ബ്രഹ്മാണ്ഡവും ബ്ലാക്ക് ഹോളായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാലാണ് പറയുന്നത്, പ്രതിഫൽ ഓരോരോ സെക്കൻഡിലും അനന്തകോടി ബ്രഹ്മാണ്ഡം സൃഷ്ടിക്കപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അതിന് അർത്ഥം. ഈ ബ്ലാക്ക് ഹോളിൽ ശിവൻ ബ്ലാക്ക് ഹോൾ ആയെങ്കിലും പക്ഷേ ശിവൻ്റെ ഒരു ചൈതന്യം ആ ബ്ലാക്ക് ഹോളിൽ ഉണ്ടാവും. അതായത് ബ്ലാക്ക് ഹോളിലെ ഗ്രാവിറ്റി സിസ്റ്റം അതിൽ ഉണ്ടാവും. ഗ്രാവിറ്റി എന്നാൽ അതിൻ്റെ ശിവൻ്റെ ചൈതന്യ ശക്തി. അതാണ് അതിൻ്റെ അർത്ഥം. ശിവൻ്റെ ഉള്ളിൽ നിന്ന് കാലാഗ്നി പുറപ്പെടുവിക്കുന്ന സമയത്ത് ശിവൻ സൂര്യനിൽ പ്രവേശിച്ച് കാലാഗ്നി പുറപ്പെടുവിക്കുന്ന സമയത്ത് ബ്രഹ്മാണ്ഡത്തിനെ മുഴുവൻ ഡൈല്യൂഷൻ ചെയ്ത് തിരിച്ച് ആ ഭഗവാനിൽ തന്നെ ശിവനിലേക്ക് തന്നെ ആ ബ്രഹ്മാണ്ഡം മടങ്ങുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ആ സമയത്ത് ഇവിടെ കാറ്റും അഗ്നിയും ഈ 5 തത്വവും അത് ഡൈലൂട്ടായി തിരിച്ചുള്ള പ്രോസസ്സിലേക്ക് മടങ്ങിപ്പോകുന്നു. ഖരാവസ്ഥയിലേക്ക് മടങ്ങുന്നു. ജലം ബാഷ്പമായി ജലം വറ്റിപ്പോകുന്നു. വായു ഇല്ലാതാകുന്നു. വായുദേവനിലേക്ക് മാറുന്നു. വായുദേവൻ്റെ ക്രിയേറ്ററിലേക്ക് പോകുന്നു. ആ ക്രിയേറ്റർ അതിൻ്റെ ക്രിയേറ്ററിലേക്ക് പോകുന്നു. അഗ്നിയിലേക്ക് മടങ്ങുന്നു. ആ അഗ്നിദേവൻ അതിൻ്റെ ക്രിയേറ്ററിലേക്ക് മടങ്ങുന്നു. ആ സമയത്ത് ഭൂമിയിൽ മനുഷ്യനെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല, വായുവില്ലാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? ശിവഭഗവാൻ കാലാഗ്നി പുറപ്പെടുവിക്കുന്ന സമയത്ത് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. പരം ശാന്തി കിട്ടാത്തവർക്ക് ഒരു കാരണത്താലും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. പരം ശാന്തി ഉള്ള ബേഹദ് ആത്മാക്കൾക്ക്, ദിവ്യ ആത്മാക്കൾ ആത്മസ്വരൂപത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് അവരുടെ വീടും ലൈറ്റ് ഹൗസായി മാറും. ആ പിതായുടെ ആവരണം ആ വീട്ടിലേക്ക് വരികയും ഈ കാലാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു സെക്കൻഡിൽ അനന്തകോടി ബ്രഹ്മാണ്ഡം ഉണ്ടാവുകയും
അനന്തകോടി ബ്രഹ്മാണ്ടം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ആരുടെ അനന്തകോടി? ആരുടെ ഒരു സെക്കൻഡിലാണ് ഇവ നടക്കുന്നത്? പ്രതിഫൽ അഥവാ ഓരോ സെക്കൻഡിലും ആരുടെ ഒരു സെക്കൻഡ്? മഹാശിവന്റെ ഒരു സെക്കൻഡിൽ അനന്തകോടി ബ്രഹ്മാണ്ടം ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു. ഇതാണ് നടക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വാച്ചിൻ്റെ സൂചി, സെക്കൻഡിൻ്റെ സൂചി ശിവൻ ആണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ മഹാശിവന്റെ മിനിറ്റിൻ്റെ സൂചിയാണ്. അങ്ങനെ പരമഹാശിവന്റെ മണിക്കൂറിലെ സൂചിയാണ്. ഇതാണ് ഇതിൻ്റെ സമയം. അതിനാണ് സമയം നമ്മൾക്ക് അറിയണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കാം. ബേഹദ് വിശ്വം, വിശ്വത്തിൻ്റെ രചന, അതിൻ്റെ ബ്രഹ്മാണ്ടത്തിൻ്റെ സൂചി, വാച്ചിൻ്റെ സൂചി, ബ്രഹ്മാണ്ടത്തിൻ്റെ വാച്ചിൻ്റെ സൂചി എത്ര വലുതാണ്, എത്ര സമയം എത്ര വലുതാണ് എന്ന് നിങ്ങൾക്ക് അനുമാനിക്കുന്നതേ ഉള്ളൂ. ബ്രഹ്മയുടെ 100 വർഷം മഹാശിവന്റെ 1 സെക്കൻഡാണ്. മഹാശിവന്റെ 1 സെക്കൻഡാണ് ബ്രഹ്മയുടെ 100 വർഷം. ബ്രഹ്മയുടെ 1 സെക്കൻഡിൽ ഭൂമിയിൽ 1,00,000 വർഷമാണ്. ആ സമയക്രമം നിങ്ങൾ അറിയണം. ബ്രഹ്മയുടെ 100 വർഷം മഹാശിവന്റെ 1 സെക്കൻഡാണ്. അത്രയും പതുക്കെയാണ് മഹാശിവന്റെ, അതായത് ഗാലക്സിയിൽ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ശിവന്റെ പവർ ഡൗൺ ആകുന്ന സമയത്ത് ശിവൻ രചിച്ച ബ്രഹ്മാണ്ടത്തെ വിസർജൻ ചെയ്യുന്നു. അപ്പോൾ ശിവനും ജീവ് ആകുന്നു. കാരണം എല്ലാ കർമ്മബന്ധങ്ങളും ശിവനിലേക്ക് വരികയും ശിവൻ ജീവാകുന്നു, പവർ ഇല്ലാതാകുന്നു, നിർജീവമാകുന്നു. ഈ അവസ്ഥ നിങ്ങൾ ഇതുവരെ കേട്ടു കാണില്ല. കാരണം ശിവൻ ആണ് സർവ്വതും എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ് ഈ ഉപനിഷത്ത് വേദ പുരാണങ്ങൾ പഠിക്കുന്നവർ ചിന്തിച്ച് വച്ചിരിക്കുന്നത്. പക്ഷേ പരംജ്ഞാൻ പഠിക്കുന്ന വ്യക്തിക്ക് മാത്രം അറിയാം ശിവന്റെ മേലെ മഹാശിവനുണ്ട്, മഹാശിവന്റെ മേലെ പരമഹാശിവനുണ്ട്, പരമഹാശിവൻ അങ്ങനെ അനന്തകോടി മേലോട്ട് ലാസ്റ്റ് ഒരാൾ മാത്രമാണ് മെയിൻ പവർ ഹൗസ് ഉള്ളത്. ആ പവർ ഹൗസിനെയാണ് നമ്മൾ ധ്യാൻ യോഗ സേവാധാരണയിൽ കൊണ്ടുവന്ന് അവിടെ നിന്നാണ് പവർ നമ്മളിലേക്ക് വലിച്ചെടുക്കേണ്ടത്. ആ വലിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രോഗമുണ്ടോ, നിങ്ങൾക്ക് എത്ര കഠിനമായ ദുഃഖമുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. അതുമാത്രമല്ല, നിങ്ങളുടെ ജന്മാന്തരങ്ങളിലുള്ള പാപഫലങ്ങൾ കത്തിക്കരിച്ച് ചാമ്പലാക്കുകയും ചെയ്യും. കാരണം ആ ദേഹത്തിലെ ശക്തി എന്ന് പറഞ്ഞാൽ അതൊരു പവർ ഹൗസാണ്. ആ പവറിനെ താങ്ങാൻ ഒരു കർമ്മബന്ധത്തിനും സാധിക്കുന്നതല്ല. നമ്മളിലേക്ക് വന്നാൽ നമ്മളുടെ ഉള്ളിലേക്ക് ആ പവർ പ്രവേശിക്കുന്ന സമയത്ത് നമ്മളുടെ ജന്മാന്തരത്തിലുള്ള പവറാണ് നശിച്ചു പോകുന്നത്. എന്നാൽ മാത്രമാണ് മനുഷ്യർക്ക് മുക്തി ഉണ്ടാവുകയുള്ളൂ. അല്ലാതിരുന്നാൽ മനുഷ്യർക്ക് ഒരിക്കലും മുക്തി ഉണ്ടാവുകയില്ല. അത് 100%, 100%മല്ല, 101% മുക്തിയില്ലാതിരുന്നാൽ. കാരണം നമ്മൾ ചിന്തിക്കുക, ഇതുവരെ ഇരുന്നത് എന്താണ് കാരണം? ഇപ്പോഴും ഭൂമിയിൽ ഇരിക്കുന്നു. കാരണം എന്താണ്? നമ്മുടെ കർമ്മബന്ധം നശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ മേലെ ലോകത്തോട്ട് പോയി എന്ന് വിചാരിക്കുക. ഇവിടുത്തെ സുഖമല്ല,
അവിടുത്തെ സുഖം, മേലായ ലോകത്തിലുള്ള സുഖം പറഞ്ഞാൽ ബ്രഹ്മാനന്ദം, പരമാനന്ദമാണ്. ഒരു പ്രാവശ്യം ആ സുഖം അനുഭവിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഈ ഭൂമിയിലോട്ട് തിരിച്ചു വരികയില്ല. അതാണ് പരമമായ സത്യം. ഇത് വലിയൊരു സബ്ജക്റ്റാണ് ബേഹദ് പരം ഗ്യാൻ. ബേഹദ് പരം ഗ്യാൻ എഴുതിയത് ബേഹദ് കി ബേഹദ് ബാബുജിയാണ്. ബാബുജി ദിവ്യദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങളാണ് ബേഹദ് പരം ഗ്യാനിൽ എഴുതിയിരിക്കുന്നത്. ഇത് പഠിക്കാതിരുന്നാൽ നിങ്ങൾക്ക് മോക്ഷമില്ല. ചിലർ ബ്രഹ്മകുമാരിൻ്റെ അടുത്ത് പോകും, ശങ്കർപാടിൻ്റെ അടുത്ത് പോകും. പക്ഷേ അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ശിവഭഗവാനെ കല്യാണം കഴിക്കുന്നു, 5000 വർഷത്തെ വേൾഡ് ഡ്രാമയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 5000 വർഷത്തെ വേൾഡ് ഡ്രാമയാണെങ്കിൽ നമ്മുടെ ബ്രഹ്മ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അനന്തകോടി ബ്രഹ്മാണ്ടത്തിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ബ്രഹ്മാണ്ടമൊന്നുമില്ല, അതെല്ലാം കളവാണ് എന്നാണ് ബ്രഹ്മകുമാരി പറയുന്നത്. പക്ഷേ ശാസ്ത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എല്ലാതും ഉണ്ട്. അതുകൊണ്ട് ശാസ്ത്രം അറിയുക, വേദപുരാണം, ഉപനിഷത്തുകൾ അറിയുക. മിനിമം ഒരാൾ ഭക്തിമാർഗത്തെങ്കിലും വരണം. ഒരു ഭക്തി ഇല്ലാത്തവരെങ്കിലും ആണെങ്കിലും ഭക്തിമാർഗത്തിലെങ്കിലും അവർ വന്നിരിക്കണം. എന്നാലാണ് അവർക്ക് ചെറിയ ഭാഗ്യമെങ്കിലും കിട്ടുകയുള്ളൂ. അല്ലാതിരുന്നാൽ അവർ പിശാചുക്കളിൽ അകപ്പെട്ട് 84 ലക്ഷം യോനിയിലിട്ട് മാറപ്പെടുന്നതാണ്. ബേഹദ് കി പരം ശാന്തി. മാ ബാബുജിക്ക് കോടി പ്രണാമം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേഹദ് കി പരം ശാന്തി.